ബോബി കൊല്ലി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ഡാക്കു മഹാരാജ് ബോക്സ് ഓഫീസിൽ വിജയകരമായി പ്രദർശനം നടത്തിയതിനു ശേഷം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രീമിയം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നന്ദമൂരി ബാലകൃഷ്ണയും ഉർവശി ലോട്ടയിലെയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഡാക്കു മഹാരാജ് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 9-ന് OTT പ്ലാറ്റ്ഫോമുകളിൽ പ്രീമിയർ അരങ്ങേറ്റം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ചിത്രം ഇതുവരെ റിലീസ് ചെയ്യാത്തതിനാൽ ആശയക്കുഴപ്പവും തുടരുകയാണ്. ഡാക്കു മഹാരാജ് ജനുവരി 12-ന് ബിഗ് സ്ക്രീനുകളിൽ എത്തുകയും അല്ലു അർജുൻ നായകനായ പുഷ്പ 2, രാംചരന്റെ ഗെയിം ചേഞ്ചർ എന്നിവയിൽ നിന്നും കടുത്ത മത്സരങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 9 ഞായറാഴ്ച OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നിരുന്നാലും സ്ട്രീമിംഗിൽ പ്ലാറ്റ്ഫോമിൽ ചിത്രം ലഭ്യമല്ല. OTT റിലീസ് തീയതിയെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കാത്തിരിക്കുകയാണ് ആരാധകർ. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ തെറ്റാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ചിന് മുമ്പ് ഡാക്കു മഹാരാജ് OTT റിലീസ് ചെയ്യില്ലെന്ന് പോലും ചില മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. തുടക്കത്തിൽ ചിത്രത്തിന്റെ ആദ്യ പതിപ്പ് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിൽ ലഭ്യമായിരുന്നു. എന്നാൽ ഹിന്ദി പതിപ്പ് ജനുവരി 24-നാണ് പുറത്തിറങ്ങിയത്. ചിത്രം 25.35 കോടി രൂപയുടെ നെറ്റ് കളക്ഷനുമായി 26 ദിവസങ്ങൾക്കുള്ളിൽ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ നിന്നും 90.39 കോടി രൂപയാണ് നേടിയത്. ചിത്രം ലോകമെമ്പാടുമായി ആദ്യ ദിനത്തിൽ 56 കോടി ഗ്രോസ് നേടിയതായി പ്രഖ്യാപിച്ചു. ഇത് ബാലകൃഷ്ണയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കളക്ഷനുമായി മാറി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.